ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പഫ് സ്ലീവിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. തുടക്കക്കാർക്ക് പോലും വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇനി നമുക്ക് കട്ടിങ്ങിലേക്ക് പോകാം. കട്ട് ചെയ്യാനായിട്ട് ഞാൻ ഇതുപോലൊരു തുണിയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് ഇതുപോലൊന്ന് രണ്ടായിട്ട് മടക്കിയിടുക. എന്നിട്ട് ഇതിനെ മുകളിൽ നിന്ന് താഴേക്ക് ഇതുപോലെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് മടക്കിയിടുക. അപ്പം മൊത്തം 4 മടക്കായിട്ടാണ് നമുക്ക് തുണി കിട്ടുന്നത്. ഇങ്ങനെ മടക്കിയിടുമ്പോൾ തുണിയുടെ ഈ ഒരു ഭാഗം രണ്ട് സൈഡും ഫോൾഡഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഈ ഒരു ഭാഗം എല്ലാ തുണിയും ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നിങ്ങൾ തുണി മടക്കിയിട്ടതിന് ശേഷം ഇങ്ങനെയാണോ വരുന്നതെന്നുള്ളത് നോക്കുക. ഇനി നമുക്ക് നമ്മുടെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ആദ്യം നമ്മൾ താഴ്ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുക. ഇനി അടുത്തത് കൈയുടെ ഇറക്കം അഥവാ സ്ലീവ് ലെങ്ത് എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ എടുക്കുന്നത് 6 ഇഞ്ചാണ്. നിങ്ങൾക്ക് എത്രയാണോ ഇറക്കം വേണ്ടുള്ളത് ആ ഒരു മെഷർമെൻറ്റ് നിങ്ങളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, കുഞ്ഞു കുഞ്ഞ് ഞൊറിവ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഞൊറിവ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 4 ഇഞ്ചോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു 3 ഇഞ്ചോ ഒക്കെ മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. എനിക്കിപ്പോൾ ഇവിടെ അത്യാവശ്യം ഞൊറിവ് വേണം, അതുകൊണ്ടാണ് ഞാനിവിടെ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് താഴത്തേക്ക് ഇതുപോലൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അതുപോലെ മുകളിലും ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കുക. അപ്പോൾ അതൊരു ബോക്സ് പോലെ ആയിട്ട് കിട്ടും. ഇനി ആ 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് നമ്മുടെ ആം ഹോൾ എത്രയാണോ അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. എനിക്കിവിടെ ഫുള്ള് ആം ഹോൾ റൗണ്ട് വരുന്നത് 10 ഇഞ്ചാണ്. ഞാൻ അതിൻ്റെ പകുതി 5 ഇഞ്ചാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കുഴിക്ക് ചുറ്റിനും ടേപ്പ് പിടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ പകുതിയാണ് നിങ്ങൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ആ പോയിന്റിൽ നിന്നും താഴേക്ക് ഒരു 2.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്താൽ മതി. അതല്ല വലിയവർക്കാണെന്നുണ്ടെങ്കിൽ 3.5 ഇഞ്ച്, ഒരു മിഡിൽ ഏജ്ഡ് ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഈ 2.5 ഇഞ്ച് വന്നിരുന്ന ഈ പോയിന്റിൽ നിന്നും ആദ്യം നമ്മൾ മാർക്ക് ചെയ്ത 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റ് ഇല്ലേ, അങ്ങോട്ടേക്ക് ഇതുപോലെ ഒന്ന് ഒരു ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു ലൈന് കിട്ടുന്ന നീളം എത്രയാണോ അതിൻ്റെ പകുതി എടുക്കുക. എനിക്കിവിടെ കിട്ടിയത് 5.25 ഇഞ്ചാണ്. അതിൻ്റെ പകുതി എനിക്ക് 2.9 ആണ് കിട്ടിയിരിക്കുന്നത്. ഞാൻ ആ 2.9 ഇവിടെ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ആ ഒരു കൈക്കുഴിയുടെ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വരയുടെ സെൻറ്റർ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്തു കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. ആദ്യം മുകൾ വശത്ത് ഒന്ന് കർവ് ചെയ്യുക. എന്നിട്ട് ആ സെൻറ്റർ കഴിഞ്ഞിട്ട് താഴെ വേണം കർവ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇനി ഇവിടെ നിന്നും ഇങ്ങോട്ടേക്ക് ഒരു 2 ഇഞ്ച് നമ്മൾ എക്സ്ട്രാ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇത് നമ്മുടെ തയ്യൽ തുമ്പിന് വേണ്ടിയിട്ടാണ്. ഇവിടെ താഴെ ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത് മുകളിലേക്ക് ഒരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് ഏതൊരു പ്രായക്കാർക്കും ഏതൊരളവിന് നിങ്ങൾ പഫ് സ്ലീവ് കട്ട് ചെയ്യുവാണോ എല്ലാവർക്കും നിങ്ങൾ ഇതേ കണക്ക് 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ആം ഹോൾ നേരത്തെ നമ്മൾ വരച്ചിട്ടിരിക്കുന്ന ഒരു കർവ് ഉണ്ടല്ലോ അതിലേക്ക് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കണം. ഇതുപോലെ ഡോട്ടിട്ട് നിങ്ങളൊന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുക്കുക. അങ്ങനെ നമ്മുടെ മെഷർമെൻ്റ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ വരച്ചിട്ടിരിക്കുന്നതിലൂടെ ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുക. ആദ്യം താഴ്വശത്ത് ഒന്ന് ലെവൽ ചെയ്ത് കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് മുകളിൽ നമ്മൾ ആ ഒരു കർവ് ഷേപ്പ് വരച്ചെടുത്തില്ലേ അതിലൂടെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കട്ട് ചെയ്തെടുത്തതിന് ശേഷം തുണിയുടെ സെൻറ്റർ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വിരൽ വെക്കുക. വിരൽ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് തുണി ഒന്ന് മറിക്കുക. എന്നിട്ട് ആ തുണി വന്ന് നിൽക്കുന്നത് ഏത് പോയിന്റിലാണോ അവിടെ നമ്മൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. പഫ് സ്ലീവിൻ്റെ കട്ടിങ് എല്ലാം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ താഴ്വശത്ത് പഫ് സ്ലീവിൽ ഇതുപോലെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലുള്ള നമുക്ക് നൈസ് ഇലാസ്റ്റിക്, അതായത് 4 ഇഞ്ചിൻ്റെ വീതിയിലുള്ള ഇലാസ്റ്റിക് നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് വീതി കുറഞ്ഞ ഇലാസ്റ്റിക്കാണ്. ഇനി നമുക്ക് ആദ്യം ഈ പഫ് സ്ലീവിൻ്റെ താഴ്വശം ഒന്ന് മടക്കി അടിക്കാം. മടക്കി അടിക്കുമ്പോൾ ഒരുപാട് വീതിയിൽ മടക്കി അടിക്കരുത്. ആദ്യം ഒരു 4 ഇഞ്ച് മടക്കുക. വീണ്ടും ഒരു 4 ഇഞ്ച് മടക്കിയിട്ട് ചെറുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇതിന് മുന്നേ സ്കേർട്ടിൻ്റെയും പാൻറ്റിൻ്റെയൊക്കെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോസൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ കയറി കാണുക. അപ്പോൾ നമ്മൾ ഒരു സ്ലീവിൻ്റെ താഴ്ഭാഗം മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ രണ്ടാമത്തെ സ്ലീവും മടക്കി അടിച്ചെടുക്കുക.
ഇനി നമുക്ക് താഴ്ഭാഗത്ത് ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് വെച്ച് അടിച്ചു കൊടുക്കാം. ഇലാസ്റ്റിക് ഇതുപോലെ വലിച്ച് നീട്ടിയിട്ട് വേണം നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇലാസ്റ്റിക് എത്രത്തോളം വലിയുന്നുണ്ടോ അത്രത്തോളം നന്നായിട്ട് വലിച്ചിട്ട് വേണം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അടുപ്പിച്ചുള്ള നല്ല ഞൊറിവ് കിട്ടും. ഇനി മുകൾ ഭാഗത്ത് പ്ലീറ്റ് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് ഇതുപോലൊരു സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തായിരുന്നല്ലോ. അപ്പോൾ ആ ഒരു പോയിന്റിൽ നിന്ന് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സ് നിങ്ങൾ ഇട്ട് കൊടുക്കുക. ഫുള്ള് നമ്മൾ ആ കട്ട് സെൻറ്റർ മാർക്ക് ചെയ്ത ആ ഒരു പോയിന്റിലേക്ക് ഫുള്ള് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ്സുകൾ ഇതുപോലെ ഇട്ട് കൊടുക്കണം. അങ്ങനെ ഒരു പഫ് സ്ലീവ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് അടുത്ത സ്ലീവും കൂടിയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പഫ് സ്ലീവിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക.